നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് നെടുങ്കണ്ടമാണേ. നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമിളി റൂട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഏതാണ്ട് ഒരു 300 മീറ്റർ മാറി കഴിയുമ്പോൾ നമുക്ക് SNDP ഒരു ടെമ്പിളിൻ്റെ ഒക്കെ ആ ഒരു മേഖല നമുക്ക് കാണാൻ പറ്റും. ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കിടക്കുന്നില്ലേ, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ട് നമ്മളൊരു ഹിൽ ടോപ്പ് കയറാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വഴിയൊക്കെ അത്യാവശ്യം മോശമാണ്. എന്നാലും എല്ലാവിധ വാഹനങ്ങളും കയറി പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അങ്ങനെ ആ ഇടവഴിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള വഴിയെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്, നല്ല ഇടുങ്ങിയ ഒരു വഴിയാണ്. അതുമാത്രമല്ല ധാരാളം വാഹനങ്ങളൊക്കെ ഇറങ്ങി വരണം. കാരണം ഈ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് വീടുകൾ ആൾതാമസമൊക്കെ ഉള്ള ഒരു മേഖലയിലാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കാണുന്ന ഹിൽ ടോപ്പിലേക്ക് നമ്മളങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു രക്ഷയില്ലാത്ത വൈബെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിയൊക്കെ ധാരാളം വീടുകളാണ്. ശരിക്കും നെടുങ്കണ്ടം ടൗണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം വീടുകളുടെയൊക്കെ ഇടയക്കട വേണം നമ്മൾ യാത്ര ചെയ്ത് പോകാൻ വേണ്ടിയിട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നെടുങ്കണ്ടം ടൗണിൽ നിന്നാൽ ഒരു പള്ളി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും നമ്മുടെ എവിടെയാണ്, നമ്മുടെ കല്ലാറ്റിൽ നിന്ന് കയറി വരുന്ന വഴിക്ക് ആ ഒരു പള്ളി ഇരിക്കുന്ന സ്ഥലത്തോടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആ പള്ളിയുടെ ഒരു സൈഡാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കാണുന്നത് ശരിക്കും ആ പള്ളിയുടെ മറു സൈഡിലൂടെയുള്ള വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ CSI ചർച്ചിൻ്റെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പള്ളി ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല, നമ്മൾ നെടുങ്കണ്ടം വീഡിയോ അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഈ പള്ളിയുടെ വീഡിയോ നിങ്ങളെ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ വണ്ടി നിൽക്കുന്നത് ശരിക്കും കയറ്റത്താണ്. അതുപോലെ നല്ല കയറ്റമാണ്, ശരിക്കും അങ്ങ് ടോപ്പ് വരെ നല്ല കയറ്റമാണ് കേട്ടോ. അപ്പോൾ കയറ്റം കയറും തോറും നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കുളിർക്കാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും ഞാനിപ്പോൾ പോകുന്ന ഒരു മഴയുടെ ഒരു രീതിയൊക്കെ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള കാലാവസ്ഥയൊക്കെയാണ്, ക്ലൈമറ്റൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ നിരപ്പൊക്കെ കിട്ടി. ഈ നിരപ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുത്തനെ നമ്മൾ കയറണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ഈ വഴിയിൽ നമുക്ക് ഒരു ചെറിയ ഡെസ്റ്റിനേഷനുണ്ട്. നമുക്കവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ ടോപ്പിൽ കയറി പോയി കഴിഞ്ഞാൽ ഒരു മലയുടെ ഹിൽ ടോപ്പാണ്. ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നാൽ ഇങ്ങനെ മേഘങ്ങളെയൊക്കെ തൊടാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ശരിക്കും ഇങ്ങോട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെടുങ്കണ്ടത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ. പക്ഷേ വഴി ഇതുപോലെയാണ്. ഇവിടെ വിജനമായിരിക്കുന്ന ഒരു ഏലത്തോട്ടമൊക്കെ ഉണ്ട്, ചെറിയൊരു വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീടുള്ള മേഖലയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ശരിക്കും ഈ വഴിയൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഓർക്കുന്നുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ വഴിയുണ്ടോയെന്ന്. ശരിക്കും ഇപ്പോഴും ഇടുക്കിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ഈ വണ്ടി കയറി പോകുന്ന ആ ഒരു വണ്ടിയുടെ രീതി നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അറിയാം ഈ വഴിക്ക് എത്രമാത്രം കയറ്റത്തിലൂടെയാണ് ഈ വണ്ടി കയറി പോകുന്നതെന്ന്. നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു കയറ്റം തീർന്നു മലയുടെ ടോപ്പിലെത്തിയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കും അടുത്ത കയറ്റം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേക വഴിയാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത കയറ്റത്തിലേക്ക് നമ്മൾ കയറി. ശരിക്കും തലയങ്കുത്തിലൊക്കെ കയറ്റം കയറുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഇതെല്ലാം കയറി നമ്മളങ്ങോട്ട് മുന്നോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മലയുടെ ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. നമ്മളീ പോകുന്ന മേഖലയിലൊക്കെ വിജനമായ ഏരിയ എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഒരുപാട് വീടുകൾ, ധാരാളം ഏരിയകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു കയറ്റം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഡെസ്റ്റിനേഷനിലേക്ക് തിരികെ അവിടെ കൊണ്ട് വീട് തീരുകയാണ് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീടില്ല. പിന്നെ നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ക്ഷേത്രത്തിന് അങ്ങോട്ട് ഞാൻ പ്രവേശിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നിലവിൽ അവിടെ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് യാത്ര അങ്ങോട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തണേ. പക്ഷേ അതിനു മുമ്പ് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ചെറിയ കയറ്റം കൊണ്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അകലെയായിട്ട് ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ബോർഡിൻ്റെ ഉള്ളിൽ കയറി പോകുമ്പോഴാണ് നമുക്ക് ഗുഹാക്ഷേത്രം കാണുന്നത് കേട്ടോ. കൈലാസപ്പാറ ഗുഹാക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ക്ഷേത്രത്തിന് താഴേക്കുള്ള വഴി കൂടെ മുമ്പോട്ട് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇനി നമ്മൾ ആ കാണാനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വീടുകളോ കാര്യങ്ങളോ ഏറെത്തോട്ടങ്ങളോ ഒന്നുമില്ല. നമുക്കിങ്ങനെ മലമുകളിൽ ഇങ്ങനെ യാത്ര ചെയ്ത് നമുക്ക് പോകണം. അതൊരു വേറൊരു വൈബാണ്. ശരിക്കും മലയുടെ ടോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ല കുളിർമയാർന്ന കാറ്റും അതുപോലെ തന്നെ ചെറിയ കോടമഞ്ഞൊക്കെ നമുക്ക് വന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ തന്നെ അടിപൊളിയല്ലേ.
ഞാൻ ആ വണ്ടിയൊക്കെ അവിടെ ഒതുക്കി വെച്ചിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ പാറപ്പുറത്തോടൊക്കെ കയറി ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഇതുണ്ടോ, ഈ ഒരു സൈഡുണ്ടോ, ഇതൊരു എസ്റ്റേറ്റിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. താഴെ ഒരു ചെക്ക് ഡാമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു എസ്റ്റേറ്റ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. എന്നാണെങ്കിലും കിടിലം വൈബ് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവും പകലും ഇവിടെ വന്നു കഴിഞ്ഞാൽ, രാവിലെ ആണെങ്കിലും അതുപോലെ തന്നെ ഈവനിങ് ആണെങ്കിലും നമുക്ക് വേറെ ഒരു വൈബ് നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും ഈ കൈലാസപ്പാറമെട്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സിപ്പ് ലൈന് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിലവിൽ പ്രവർത്തനമായിട്ടുണ്ട്. അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. നമ്മളിത് ഇവിടെ നോക്കിയാൽ നമുക്ക് നെടുങ്കണ്ടം ടൗണിൻ്റെ ഒരു വിശാലമായ ഒരു കാഴ്ച അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നോക്കിയേ എന്തൊരു വൈബാന്ന് നോക്കിയേ, അടിപൊളിയല്ലേ. ഈ സ്ഥലത്തിൻ്റെ പേര് കൈലാസപ്പാറ അഥവാ കവിതമെട്ട് എന്നൊക്കെ പറയൂ കേട്ടോ. ഇവിടെ നാട്ടുകാർ വിളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതുപോലൊരു വഴിക്കൂടെ വാഹനമൊക്കെ ഓടിച്ച് വരുമ്പോഴല്ല ആ ഒരു സുഖമല്ലേ, എന്താണെങ്കിലും വൈബ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെറിയ ബിൽഡിങ്ങുകളും എന്തൊക്കെയോ ആക്ടിവിറ്റീസുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുന്ന ഒരു കിടിലൻ സംഭവമായിട്ട് ഇവിടെ എന്തൊക്കെയോ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ നിന്നാൽ നെടുങ്കണ്ടത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കുറച്ചും കൂടെ അടുത്ത് കാണുന്ന ഏരിയ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പം നമ്മൾ ഈ കൈലാസപ്പാറമെട്ട് വന്നാൽ ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ പ്രവർത്തനമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. കാരണം ഞാനിവിടെ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിലവിൽ ആളുകളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മലനിരകളുടെ ഒരു സുന്ദര ദൃശ്യം മാത്രമല്ല, നല്ല കോടമഞ്ഞൊക്കെ ആസ്വദിക്കാം. നമുക്ക് ഇനി പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ആ കാണുന്ന സ്ഥലത്തേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും ടൂറിസത്തിന് വേണ്ടി ഇവിടെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട സിപ്പ് ലൈനില്ലേ, ആ സിപ്പ് ലൈന് പ്രവർത്തനമായിട്ടില്ല, പ്രവർത്തനം ആകുന്നുള്ളൂ. അതിൻ്റെ പണിപ്പുരയിലാണ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്താണെങ്കിലും ഞാൻ ഈ വന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഫുള്ള് കോടമഞ്ഞ് ആയതുകൊണ്ട് നമുക്കൊരു സൂപ്പർ വൈഡിലുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കോടമഞ്ഞ് കയറി കിടക്കുന്ന ഒരു സൗന്ദര്യമല്ലേ. ഇനി നമുക്കിത് ഇതിലൂടെ ഇറങ്ങിയിട്ട് ആ ഒരു ടോപ്പിലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇനി നമ്മൾ ആദ്യം കണ്ട മലനിരകളിലേക്കാണ് പോകുന്നത്. നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ നമുക്ക് വണ്ടി ഓടിച്ച് കയറി പോയാലാണ് നമുക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ. ഇവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശരിക്കും നമുക്ക് നടക്കുന്നുണ്ട്. പൂൾ വില്ലകളും അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡനുകളിലും അതുപോലെ തന്നെ സിപ്പ് ലൈനും ഒക്കെ ആയിട്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. ഞാനെന്താണെങ്കിലും ആ മലയുടെ ടോപ്പിലേക്കൊന്ന് കയറാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വന്നേക്കാണ്. ഇവിടെ ശരിക്കും വണ്ടി കയറിക്കൊണ്ട് പോകുന്ന ആ ഒരു സ്ഥലം ഈ പ്രോപ്പർട്ടി മേടിച്ചതാണെന്നുകൊണ്ടായിരിക്കാം അവർ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. എന്നാലും നമ്മൾ വന്നതല്ലേ, ഇവിടെ കയറി കാഴ്ചകൾ കാണാതിരിക്കണേ മോശമല്ലേ. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് നെടുങ്കണ്ടത്തിൻ്റെ ഒരു അടിപൊളി കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. നോക്കട്ടെ, ഇനി ഇങ്ങനെയുള്ള കുറച്ച് വഴി കൂടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്ത് വേണം പോകാൻ. മുന്നോട്ട് യാത്ര ചെയ്ത് ആ മലയുടെ ടോപ്പിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. നമ്മൾ ആ വഴിക്കടെ അങ്ങോട്ട് തിരിച്ചിറങ്ങിയായിരുന്നെങ്കിൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. എന്താണെങ്കിലും ഇവിടെ നിന്നാൽ നമുക്ക് കണ്ടോ നെടുങ്കണ്ടം ടൗണിൻ്റെ ഒരു വിദൂരമായിട്ടുള്ളൊരു കാഴ്ച അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ മഴയുടെ അവസ്ഥയൊക്കെ മാറി അല്പം പ്രകാശം വീണ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച കണ്ടോ, എന്തൊരു ബ്യൂട്ടി അല്ലേ. ശരിക്കും ഇങ്ങനെ പച്ച പർവ്വതാനി വിരിച്ചു കിടക്കുന്ന പോലെ അങ്ങ് കിടക്കുകയാണ്. ശരിക്കും ആ മലമുകളിലൊക്കെ ഇങ്ങനെ കോടമഞ്ഞൊക്കെ ഉണ്ട്. ഞാൻ എന്താണെങ്കിലും ഈ ഒരു ടോപ്പിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഏരിയ, അല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയാനല്ലേ. ശരിക്കും നേരത്തെ ഇതിനകത്തൊക്കെ കയറാൻ ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം ഒരുപാട് ആളുകളെ ഒന്നും നമുക്കിത് ഈ മേഖലയിലേക്ക് കാണുന്നില്ല കേട്ടോ.
അങ്ങനെ നെടുങ്കണ്ടത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്ന നമ്മുടെ യാത്ര അവസാനം റിസൾട്ട് കണ്ടിരിക്കുകയാണ്. നമ്മൾ ആ മലയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. ആ പാറയുടെ പൊക്കത്ത് കയറി ഒന്ന് കൈയൊക്കെ വിരിച്ചിരിക്കണമെന്നൊരു ആഗ്രഹത്തിന് പുറത്താണ് ഞാനിപ്പം പാറയുടെ പൊക്കത്ത് കയറുന്നത് കേട്ടോ. എന്നാണെങ്കിലും ഇവിടെ നിന്ന് നമുക്കൊരു 360 വൈഡിലുള്ള മലനിരകളുടെ കാഴ്ചകൾ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇന്ന് മഴക്കാലം ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വൈബ് ആയേനെ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ കൂട്ടുകാരെ, വീണ്ടും ഞാൻ ആ പാറപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങി പോവാണ്. നെടുങ്കണ്ടം ടൗൺ നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ ഇവിടെ ഒന്ന് നിന്നിട്ട് നെടുങ്കണ്ടം ടൗണിൻ്റെ ഒരു വിദൂര കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും ഈ കുന്ന് ഇറങ്ങി ആ ഒരു മലയുടെ എഡ്ജിൽ നമ്മൾ പോയി നിന്നാലാണ് നമുക്ക് നെടുങ്കണ്ടം ടൗണിൻ്റെ ഒരു വിശാലമായ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോൺ ഇട്ട് ഒന്ന് പറപ്പിക്കാമെന്നൊക്കെ നോക്കി ഇത് കാണിക്കാൻ വേണ്ടി, പക്ഷേ ഒരു രക്ഷയില്ല. കാറ്റെന്ന് പറഞ്ഞ് ചില്ലറ കാറ്റല്ല, നല്ല കാറ്റുണ്ട്. അത് കാരണം എന്തായാലും ഡ്രോൺ ചേട്ടനെ ഞാൻ താഴെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് നടക്കാൻ പോകുകയാണ്. വെച്ചാൽ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്താണെങ്കിലും ആ കാണുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് നെടുങ്കണ്ടത്തിൻ്റെ വ്യൂ എനിക്ക് കാണണം. കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിജനമായ ഏരിയ ആണ് കേട്ടോ. വേറെ ആരുമില്ല. പക്ഷേ ഞാനൊരു 5 വർഷം മുമ്പ് ഇതിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കോളേജ് പിള്ളേരും കോളേജ് സ്റ്റുഡൻസൊക്കെ അവരുടേതായ ലോകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ എത്തിച്ചേരാതിരിക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. എന്താണെങ്കിലും നമുക്ക് നെടുങ്കണ്ടം ടൗണിൻ്റെ ഒരു ക്ലോസ് കാഴ്ച കണ്ടേ. ക്ലോസ് എന്നൊക്കെ പറഞ്ഞാൽ മലമുകളിൽ നിന്ന് കാണുന്ന കാഴ്ച കേട്ടോ, അല്ലാതെ ക്ലോസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇതുപോലുള്ള ചെറിയ വഴിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ആദ്യം കണ്ട ആ മെട്ടയിലേക്ക് നമ്മളങ്ങനെ എത്താറായി ഇതാ വരുന്നു എന്ന് പറഞ്ഞ പോലെ. പക്ഷെ മുകളിൽ നിൽക്കുമ്പോഴേ കാറ്റ്, ഇവിടെ നിൽക്കുമ്പോൾ കാറ്റില്ല കേട്ടോ. വെറുതെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. നമ്മുടെ ഡ്രോൺ ചേട്ടനെ പൊക്കി വിട്ടാൽ മതിയായിരുന്നു. സാരമില്ല, പോട്ടെ. ഇങ്ങനെ പോയിട്ട് നമുക്ക് അവിടെ പോയി നിൽക്കാം, ആ ഒരു സ്പോട്ടിൽ പോയി നിൽക്കാം. ഇവിടെയൊക്കെ എന്തോ ഒരു ഏരിയ ഇങ്ങനെ വിശാലമായിട്ട് നിൽക്കണമെന്ന്. നമ്മൾ ആ കല്ലിൻ്റെ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സുഖമുണ്ടായിരുന്നു, അങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് ഇനി ബുദ്ധിമുട്ട് വേണേ. നെടുങ്കണ്ടം പള്ളിയാണേ, നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂള്, മെയിൻ ജംഗ്ഷൻ കിഴക്കേക്കവല, പച്ചടി ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറേക്കവല. അതാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ നമുക്കൊരു പബ്ലിക് സ്കൂൾ കാണാൻ പറ്റും. നമ്മളിവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ആ കാണുന്ന വഴിക്കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതേ താഴെ പോയിട്ട് ഇതവിടെ പാലക്കോടമേട്ടിൻ്റെ ചെരുവുണ്ടോ, അതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്. എങ്ങനെയുണ്ട് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുമോ അല്ലേ. അങ്ങനെ ആ ആഗ്രഹവും സഫലമാക്കിക്കൊണ്ട് ഞാൻ നെടുങ്കണ്ടം ടൗണിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മളെ കൈലാസപ്പാറ മെട്ടിൽ നിന്ന് ഇന്നത്തേക്ക് വിട പറയുകയാണ്. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് കോടമഞ്ഞൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കണല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.